കാസ്റ്റിംഗ് കോൾ എല്ലാം അങ്ങനെ നോക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് കേട്ടോ ഞാൻ. ഈ അടുത്തിടയ്ക്കും നമ്മുടെ ആർട്ടിസ്റ്റിന് തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ള കാസ്റ്റിംഗ് കോൾ. നമ്മൾ ജെനുവിൻ ആയിട്ടുള്ളത് നോക്കത്തേ ഉള്ളൂ. ഇപ്പൊ എല്ലാം നമ്മളങ്ങനെ അയക്കുന്നില്ല, നമുക്ക് അറിയാലോ, പരിചയമുള്ളവരുണ്ടായിരിക്കുമല്ലോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ. അപ്പൊ അങ്ങനെ അവർ പറയുന്ന കാസ്റ്റിംഗ് കോളൊക്കെ ലക്ഷ്മി ഇത് കൊടുക്ക് നല്ലതായിരിക്കും എന്ന് പറയുന്നതാണെങ്കിൽ അയച്ചു കൊടുക്കും. അങ്ങനെ ഈ അച്ഛനും അമ്മയും ഫ്രെയിമിലേക്ക് വരില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ശരിക്കും ആരുടെ ഒരു പരമ്പര ഈ അഭിനയം എന്നുള്ളത് അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ? എന്തായാലും എവിടുന്നെങ്കിലും ഉണ്ടാവും, അത് ഉറപ്പാണ്. അയ്യോ, അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ആരും വീഡിയോസോ ഇങ്ങനെ ചെയ്യുന്നവരാരും ഇല്ല. ശരിക്കും ആരും വീഡിയോസ് ഒന്നല്ല, അഭിനയിക്കാനും ആരും ഇല്ല. കാരണം ചേച്ചിമാരായാലും അമ്മയുടെ ഫാമിലി നോക്കായാലും അച്ഛൻ്റെ ഫാമിലി നോക്കായാലും ആരും അങ്ങനെ ആക്ടിങ് അങ്ങനൊന്നും ഇല്ല. പിന്നെ ഞാൻ ടിക്ടോക്ക് ഉള്ള സമയത്ത് ജസ്റ്റ് നമ്മൾ എന്താ മറ്റേ ജനലിൻ്റെ അടുത്ത് ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ എടുത്തെടുത്ത് പിന്നെ എനിക്കും തോന്നി രസമുണ്ട്. നല്ല കമൻസ്, നമ്മൾ ഈ കമൻസ് ആണല്ലോ ശ്രദ്ധിക്കുന്നത്. ആൾക്കാരുടെ ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് നമ്മളിത് നിർത്തണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നു. അപ്പൊ അവര് നല്ല റെസ്പോൺസ് തന്നു. അപ്പൊ അങ്ങനെ പിന്നെ ചെയ്ത് പോയതല്ലത് പാരമ്പര്യം. ഈ റീക്രിയേഷൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ കൂടുതലും കൂടെ അഭിനയിക്കുന്ന ആള് എപ്പോഴും ഒരു മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും വരാനുള്ളൊരു സാധ്യത ഉള്ളതും ലക്ഷ്മിയുടെ അതിനകത്ത് കണ്ടിട്ടുള്ളൊരു കമന്റ് ആണ്, നിങ്ങൾ ലവേഴ്സ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കുറെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ട്രെയിൻ വീഡിയോ ആണ് ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിന് പോയപ്പോൾ ഞാൻ സിക്കു ചേട്ടനോട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5.5 മില്യൺ എബോ വ്യൂസ് ആയി. ആ ഒരു കോംബോ ക്ലിക്കായി. അപ്പോഴത്തേന് കുറെ കമന്റ്സ്, നിങ്ങൾ ലവേഴ്സ് ആണോ, കമ്മിറ്റഡ് ആണോ, സത്യം പറ, ഇത് ഒളിപ്പിച്ച് വെച്ചേക്കല്ലേ, അങ്ങനെ ഒന്നുമില്ല, ആളെന്റെ സ്വന്തം ചേട്ടനെ പോലെ എനിക്ക്. കാരണം ആളുടെ അടുത്ത് വന്ന് എല്ലാവരും ചോദിക്കും നിങ്ങൾ, കാരണം കോംബോ നല്ലതാണ്, അപ്പൊ റിലേഷൻ ആണോ, നല്ല രസമുണ്ട് ചെയ്യുന്ന കാണാനോ. ലവേഴ്സ് ഒന്നുമല്ല, ആളെന്റെ ചേട്ടനെ പോലെയാണ്. നമ്മള് ബ്ലഡ് റിലേഷൻ അല്ല, എന്നാലും എന്റെ ചേട്ടനെ പോലെ തന്നെയാണ് ആള്. റിലേഷനും കാര്യങ്ങളൊന്നും അല്ല. റൊമാൻസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചെടുത്താണെന്നുള്ളതാണ്. എന്തോ അങ്ങനെയാണ് ഈ റൊമാൻസ് വർക്ക്ഔട്ട് ആക്കി എന്നുള്ളത്. പിന്നെ നമ്മള് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടറായി മാറും. അത് കഴിയുമ്പോ പിന്നെ അല്ലാണ്ട്. ഇനി സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്തുതരം റോൾസ് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം? എനിക്ക് ഏത് റോളായാലും ഇഷ്ടമാണ്. മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ ആക്ടിങ് ആണ് പാഷൻ. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അല്ല, നമ്മളെ കൊണ്ട് നല്ല റോൾസ് വരുന്ന, ഇപ്പം ഒരു പ്രൊജക്റ്റ് വന്നാൽ തന്നെ നമ്മൾ തിരക്കും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നല്ല റോളാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യണം. ഇന്ന റോള് അങ്ങനെ ഇല്ല. നമുക്ക് ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നോക്കിയിട്ട്. എങ്കിലും ഒരു ഡ്രീം എവിടെയെങ്കിലും ഉണ്ടാവില്ലേ? അങ്ങനെ കിട്ടട്ടെ ഏതായാലും. അങ്ങനെ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഏതായാലും ഓക്കെ എന്നുള്ള രീതിയിൽ എന്ത് കിട്ടിയാലും ഓക്കെ ആണ്. ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. മീൻസ് ഇപ്പോൾ വേറെ റോളല്ല, നമുക്ക് അറിയാലോ, ഒരു സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇന്ന റോൾ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റണം, അതല്ലേ മെയിനായിട്ട് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇടയ്ക്ക് ഇപ്പൊ ലാസ്റ്റ് ഇട്ട ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ അത് നമ്മൾ നല്ലൊരു മെസ്സേജ് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പൊ എല്ലാ ക്യാരക്ടറും നമ്മൾ ചെയ്ത് പോകണം, ഏത് ക്യാരക്ടർ ആയാലും പറ്റണം ചെയ്യാനായിട്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓൺ വോയിസ് വീഡിയോസ് ആയാലും ചെയ്ത് വരുന്നത്. ലാസ്റ്റത്തെ വീഡിയോനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്നതാണ്. അതിനകത്ത് മെയിൻലി പറയുന്നത് ആരാണെങ്കിലും അയാളെ കേൾക്കാനൊരു സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷ്മിയുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി ഇയാളെടുത്ത് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്ന ഒരു വ്യക്തി ആരായിരിക്കും? അത് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരാളായിട്ട് പറയാനൊക്കത്തില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്തും അവിടെ പോയി പറയാൻ പറ്റും. ഞാൻ എങ്ങനെയാണോ എനിക്ക് അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റും. അപ്പം അച്ഛൻ്റെ അമ്മയുടെ അടുത്തായാലും ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഫാമിലിയിലായാലും എൻ്റെ ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ ഫാമിലിയിലായാലും കുഞ്ഞമ്മമാരായാലും വല്യമ്മമാരായാലും എനിക്ക് എല്ലാവരുടെ അടുത്ത് പോയി പറയാൻ പറ്റും, ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അല്ല, കുറച്ച് നിൽക്കുന്നവരെല്ലാം നല്ലതാണ്, എന്നെ കേൾക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് എന്ത് വിഷമമായാലും സങ്കടമായാലും സന്തോഷമായാലും എനിക്ക് അവരുടെ അടുത്ത് പോയി പ്രകടിപ്പിക്കാൻ പറ്റും. അത് അവർ കേൾക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ പറയും, ലക്ഷ്യത് തെറ്റാണ്, നീ തീരുമാനം എടുത്തത് കൊള്ളൂല, അതിന് മാറ്റ്, അങ്ങനെ അത് പറഞ്ഞു തരും. കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകും. ഇപ്പം ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും വേറൊരു ആർട്ടിസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ കാണുമല്ലോ, എന്തായാലും നമ്മൾ വീഡിയോസ് കാണുന്നവരാ, അപ്പം ഇതേപോലെ ഒരു റോൾ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയിലെ സീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
എനിക്ക് രേഖാചിത്രം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടർ. എനിക്ക് അറിഞ്ഞൂടാ, അതിലൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് നടിയാകണം, ഈ ലോകം അറിയപ്പെടുന്ന നടിയാകണം എന്ന ആള് പറയുന്നത്. എനിക്കതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്കിത് റീക്രിയേറ്റ് ചെയ്യാം. എനിക്കെന്തോ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടർ എനിക്ക് അത്രയ്ക്ക് എൻ്റെ മനസ്സിൽ കിടന്നു. പിന്നെ പൈങ്കിളി ചെയ്തപ്പോഴായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു മാനറിസംസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായാലും ചെയ്തതാണ്. അങ്ങനത്തെ റോൾസ് എനിക്ക് തോന്നിയത് രണ്ടിലും കോമൺ ആയിട്ട് അനശ്വരയാണ് ഉള്ളത്. അനശ്വരയാണ് ഇഷ്ടപ്പെട്ട നടി. അങ്ങനല്ല, ഇഷ്ടമാണ് ആളെ, ആളുടെ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ ഒരു റോൾ ഇഷ്ടപ്പെട്ടു ആ ചെയ്തേക്കുന്നത്. അങ്ങനെ നായകന്മാരില് കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതായിരിക്കും? അല്ല, എനിക്ക് ക്ലീശ ആൻസർ എനിക്ക് വേണ്ട. മമ്മൂക്ക, മോഹൻലാൽ ഒക്കെ എല്ലാവരും ആഗ്രഹം ഉണ്ടെന്നുള്ള ക്ലീശ വേണ്ട, എങ്കിലും ഉള്ളെന്ന് തോന്നുന്ന ഒരാളാരായിരിക്കും? എനിക്ക് ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും, എടാ ആളുടെ ഒരു മൂവിയിലൊക്കെ എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ആസിഫ് അലീനെ ഇഷ്ടമാണ്. ആസിഫിക്ക കാണാൻ ഇഷ്ടപ്പെടാത്ത ആക്ടിങ് അടിപൊളിയാണ്, ആളെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ്. ക്ലീശ ക്വസ്റ്റ്യൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ട് ആൻസർ എനിക്ക് കിട്ടുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.